മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിൽ അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി. 3-അംഗ സമിതിയാണ് സംഭവം അന്വേഷിക്കുക. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം. തകർന്ന സർവീസ് റോഡ് ഡിസംബർ 8-ന് മുൻപ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ദേശീയപാത അതോറിറ്റി യോഗത്തിൽ അറിയിച്ചു. ജിയോളജിസ്റ്റ് അടക്കം വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയ ഒരു സംഘത്തെ കൂടി അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിയോഗിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡും തകർന്നു. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. അപകട സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ വാൻ അടക്കമുണ്ടായിരുന്നു. വാഹനങ്ങളിലുണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപാകതയുണ്ടെന്ന് നിർമ്മാണ കമ്പനിയായ ശ്രീവാലയ കൺസ്ട്രക്ഷനെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. കൊല്ലം കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. 3-അംഗ സമിതിയാണ് സംഭവം അന്വേഷിക്കുക. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. തകർന്ന സർവീസ് റോഡ് ഡിസംബർ 8-ന് മുൻപ് ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ജിയോളജിസ്റ്റ് അടക്കം വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയ ഒരു സംഘത്തെ കൂടി അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിയോഗിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് തകർന്നിട്ടുണ്ട്. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയൊരു ഗർത്തവും രൂപപ്പെട്ടു. അപകട സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ വാൻ അടക്കമുണ്ടായിരുന്നു. വാഹനങ്ങൾ ഉണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപാകതയുണ്ടെന്ന് നിർമ്മാണ കമ്പനിയായ ശ്രീവാലയ കൺസ്ട്രക്ഷനെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു.